ഹനുമാൻ തിരികെ കിഷ്കിന്ധയിലേക്ക് പറന്നുപോയപ്പോൾ ആകാശമാർഗ്ഗത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞിരുന്നു. തന്റെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റി, സീതയെ പണ്ടു, സന്ദേശം കൈമാറി, ലങ്കയെ ഭീതിയിലാഴ്ത്തി. കിഷ്കിന്ധയിൽ രാമനും ലക്ഷ്മണനും പ്രതീക്ഷയോടെ ഹനുമാന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഹനുമാന്റെ വരവ് അവർക്കൊരു ഉത്സവം പോലെയായിരുന്നു. സീതയുടെ വാക്കുകൾ ഹനുമാൻ പറഞ്ഞത് കേട്ടപ്പോൾ രാമന്റെ കണ്ണുകളിൽ കരുണയും ശക്തിയും നിറഞ്ഞു. അവൾ എവിടെയായാലും ഞാൻ അവളെ തിരികെ കൊണ്ടുവരും. അതോടെ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സുഗ്രീവൻ, ജാംബവാൻ, അംഗദൻ, നലൻ, നീലൻ എന്നിങ്ങനെ ധീരവാനരന്മാരെ ഒന്നിച്ചു ചേർത്ത് ലങ്കയെ ലക്ഷ്യമാക്കി വിപുലമായ സേനയൊരുങ്ങി. 10,000-കണക്കിന് വാനരന്മാരും കുരങ്ങന്മാരുമാണ് സന്നദ്ധരായത്. സൈന്യം ദക്ഷിണദിക്കിലേക്കുള്ള യാത്ര ആരംഭിച്ചു. മലകളും കാടുകളും കടന്നു. അവസാനം അവർ എത്തിയത് അത്യന്തം ഭീതിജനകമായ കാഴ്ചയിലേക്ക്. ഒരഗാധമായ സമുദ്രം. ലങ്കയ്ക്കു മുന്നിൽ തടസ്സമായിരുന്ന ഈ സമുദ്രം ഹിമശൈത്യമായി അവരിൽ പലരുടെയും ആത്മവിശ്വാസം വിറപ്പിച്ചു. എന്നാൽ രാമൻ മനസ്സുറപ്പിച്ചു. ആദ്യം സമുദ്രദേവനോട് അപേക്ഷിക്കാമെന്ന് തന്നെ കരുതി അവൻ തീരത്ത് കൽപ്പനയിൽ മുഴുകി. 3 ദിവസത്തോളം ഉപവാസം പാലിച്ചു. കൈയിൽ ധനുസ്സും അമ്പും ഉയർത്തി. അവസാന നിമിഷം സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഹേ രഘുനന്ദന, ക്ഷമിക്കണം. ഞാനെന്ന തീരത്തെ തൊട്ടാണ് നീ പാലം സ്ഥാപിക്കേണ്ടത്. നലനും നീലനും ഈ ദൗത്യം നയിക്കും. അങ്ങനെ നലനും നീലനും ചേർന്ന് വാനരസേനയുടെ പിന്തുണയോടെ ലങ്കയുടെ ദിശയിൽ കല്ലും മരവുമായൊരു പാലം പണിയാൻ ആരംഭിച്ചു. അതൊരത്ഭുതം തന്നെയായിരുന്നു. കല്ലുകൾ സമുദ്രത്തിൽ മുങ്ങാതെ നിലനിൽക്കുന്നവയായി മാറിയതും പതിയെ പതിയെ ആ സേതു രൂപം കൊണ്ടതും. ആ പാലം, രാമസേതു, ചരിത്രം കടന്ന് ഹൃദയങ്ങളിൽ പതിഞ്ഞു. രാമനും ലക്ഷ്മണനും വാനരസേനയും ആ പാലത്തിലൂടെ നടന്നു. പകലുകളും രാത്രികളുമില്ലാതെ അവർ അന്ത്യദൗത്യത്തിന്റെ പാതയിലെത്തി. സമുദ്രം പിന്നിട്ടപ്പോഴായിരുന്നു രാമൻ ഒരു മാത്ര ആലോചിച്ചത്. ഈ സേതു ഒരു പാലമല്ല, ഒരു പ്രതിജ്ഞയുടെ ചിഹ്നമാണ്. സീതയിലേക്കുള്ള എന്റെ സ്നേഹത്തിന് ഇതു മേൽപ്പടി. സേനയുടെ ഉത്സാഹം അതിരില്ലാത്തതായിരുന്നു. അവർ ആ പാളയത്തിലെല്ലാം ധൈര്യവും പ്രതീക്ഷയും കൊണ്ട് കടന്നു. ഒരു വേള ആ കടലിനപ്പുറം പുതിയ അധ്യായം എഴുതപ്പെടുകയാണ്. ധർമ്മവും നന്മയും അനീതിയോടും അന്ധകാരത്തോടും ഏറ്റുമുട്ടാനായി ചേരുന്ന വിശാലമായൊരു ശക്തി.